ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബോ മേക്കിംഗ് വീഡിയോയുമായാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ളൊരു ബോയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളെടുത്തിരിക്കുന്ന പ്ലെയിൻ കളറുള്ള ആ തുണിയുടെ അളവ് ആദ്യം നമുക്ക് നോക്കാം. അതിൻ്റെ നീളം 10 ഇഞ്ചും വീതി ഒരു 6 ഇഞ്ചാണ് വരുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ബോയുടെ അളവ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് വീതി 5 ഇഞ്ചും നീളം ഒരു 9 ഇഞ്ചുമാണ് വേണ്ടത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ അതിനെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ തുണിയുടെ അളവ് ഒരു 2 ഇഞ്ച് വീതിയും ഒരു 3 ഇഞ്ച് നീളമാണ് വേണ്ടത്. അപ്പം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബോ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എടുത്ത ആ തുണി ഒന്ന് 2ആയി മടക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്കൂടി ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത്, ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന ഈ ഫാബ്രിക്കിനെ ഇതുപോലെ തന്നെ 2ആയി മടക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും സൈഡ് ഭാഗത്തൊരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ഇഞ്ചോളം ഇവിടെ ഗ്യാപ്പ് വെച്ച് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തിനെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊരു 1/2 ഇഞ്ചോളം സീം അലവൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത്, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കൂടി ഒന്ന് മടക്കി കൊടുത്ത് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം നടുഭാഗം വരിക. അതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിലും സീം അലവൻസ് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത്, ഈ ഒരു ഗ്യാപ്പിലേക്ക് കൂടി ഈ ഒരു തുണി ഒന്ന് പുറത്തേക്ക് എടുക്കണം. അതുപോലെ തന്നെ ഈ തുണി എടുക്കുക. അപ്പോൾ ഈ ഒരു തുണിയെയും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത്, നമ്മൾ വലിയ സൈസിലെടുത്ത ആ തുണിയുടെ ഉള്ളിൽ വേണം നമ്മൾ രണ്ടാമതെടുത്ത ആ തുണി വരേണ്ടത്. പിന്നെ ഇതിനെ സെൻറ്റർ ഭാഗത്തൊന്ന് മടക്കി കൊടുക്കുക. ഇനി ചെയ്യുന്നത്, ഇതിനെ ഇതുപോലെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വെച്ച് മടക്കി കൊടുക്കുക. സാധാരണ നമ്മൾ ബോ ചെയ്യുന്ന പോലെ തന്നെ. വേണമെങ്കിൽ നിങ്ങൾക്ക് തുന്നി കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ വരും നമ്മുടെ ബോ. ഇനി ചെയ്യേണ്ടത്, എടുത്തിരിക്കുന്ന ഈ ഒരു തുണിയെ ഇതിൻ്റെ മുകളിൽ വെച്ച് അതുപോലെ ബാക്ക് വശത്ത്
തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു മോഡൽ തന്നെയുള്ള ഒരു ബോ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക്